പി കെ ശശിയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കാനുള്ള UDF നീക്കത്തിനെതിരെ കോൺഗ്രസ് ലീഗ് മണ്ഡലം നേതാക്കൾ. CPM-ന്റെ മുൻ നേതാക്കൾക്കായി വോട്ട് ചോദിക്കുന്നത് രാഷ്ട്രീയ അപമാനമാണ്. KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദിന് ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പ്രതികരണം. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാജിദ്, ഇക്കാര്യത്തിൽ അതായത് പി കെ ശശിയെ അവിടെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ധാരണയിൽ UDF സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുണ്ടോ? എങ്കിലല്ലേ ഈ പ്രതികരണത്തിൽ കാര്യമുള്ളൂ. നൗഫൽ, പി കെ ശശി CPM നേതാക്കളുമായി ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച പരാജയപ്പെട്ടാൽ ഈ വിമതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് CPM-ലെ വിമതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള കാര്യങ്ങൾ വളരെ സജീവമായി തന്നെ പോകുന്നുണ്ട്. പി കെ ശശി ഒഴികെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ്. UDF നേതൃത്വം പി കെ ശശിയുമായി ഈ ചില ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒറ്റപ്പാലം സീറ്റ് നൽകുക ണെങ്കിൽ അവിടെ ഈ UDF-ന് വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം നമുക്കറിയാം, ഒറ്റപ്പാലം ഈ CPM-ന്റെ ഒരു ശക്തമായ അടിവേരുകളിലുള്ളൊരു മണ്ഡലമാണ്. അവിടെ സമീപകാലത്തൊന്നും തന്നെ ഈ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പി കെ ശശി ഇറക്കി കഴിഞ്ഞാൽ CPM-ന്റെ ഒരു വിഭാഗത്തിന് വോട്ട് കൂടി ലഭിക്കുകയാണെങ്കിൽ വിജയിക്കാം എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രാദേശിക നേതാക്കൾ, മണ്ഡലം തലത്തിലുള്ള നേതാക്കൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിട്ടുള്ളത്. ഈ അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ KPCC സെക്രട്ടറി ഹരിഗോവിന്ദനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യമാണ്. കഴിഞ്ഞ തവണ ഹരിഗോവിന്ദനെ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഈ പി സരിന് വേണ്ടി അത് അദ്ദേഹത്തിന് മാറി നൽകുകയാണ് ചെയ്തത്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അങ്ങനെ CPM-ന്റെ ഭാഗമായ പി കെ ശശിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന രാഷ്ട്രീയ അപമാനം എന്നുള്ളതാണ് മുൻ ഒറ്റപ്പാലം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് KK സാജൻ പറയുന്നത്. ലീഗിന്റെ നേതാവ് ഈ സാദിഖ് പറയുന്നതാവട്ടെ, ഈ ഹരിഗോവിന്ദന് സീറ്റ് നൽകാതിരിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ് എന്ന നിലയ്ക്കാണ്. എന്തായാലും ഈ പി കെ ശശി ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് ഒറ്റപ്പാലം സീറ്റ് നൽകരുത് എന്നൊരു ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്.